കായിക ലോകത്തെയും ഭരണ സംവിധാനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് നടത്തിയ മിന്നൽ പരിശോധനയും നിർണായക തീരുമാനങ്ങളും കേവലം ഒരു മന്ത്രിസഭാ വാർത്തയല്ല, മറിച്ച് ഈ നാട്ടിലെ കായിക താരങ്ങൾക്കുറപ്പുള്ള സന്ദേശമാണ്. നാടിന്റെ അഭിമാനമായ കായിക താരങ്ങൾ മൈതാനങ്ങളിൽ ചോരയും നീരും ഒഴുക്കി മെഡലുകൾ വാരിക്കൂട്ടുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട അർഹമായ പാരിതോഷികങ്ങൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. 2019 മുതൽ താരങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക തുക പോലും കൃത്യമായി നൽകാതെ സ്പോർട്സ് കൗൺസിലിന്റെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കേന്ദ്രമായി മാറ്റിയവർക്ക് മുന്നിലേക്കാണ് മന്ത്രി ഒ.ജെ. ജനീഷ് അതോറിറ്റിയോട് കയർത്തത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ കഴിഞ്ഞ ഭരണകാലത്ത് സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ CPM നടത്തിയ സകലവിധ അഴിമതികളും ക്രമക്കേടുകളും ഒന്നായി പുറത്തുവരുമെന്ന് ഉറപ്പാണ്. ജനങ്ങളുടെ ഉറച്ച പ്രതീക്ഷയ്ക്കുള്ള തെളിവാണ് മന്ത്രിയുടെ ഈ നടപടി. ഏഷ്യൻ ഗെയിംസിൽ രാജ്യത്തിന്റെ പെരുമ വാനോളം ഉയർത്തിയ ലോങ് ജംപ് താരം ആൻജി സോജൻ പോലും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാതെ മാസങ്ങളോളം വലച്ച CPM ഭരണത്തിലെ കായിക വകുപ്പിന്റെ ദയനീയ ചിത്രം നാം കണ്ടതാണ്. എന്നാൽ ചുമതലയേറ്റ ഉടൻ തുക ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകുകയും ആദ്യഘട്ടമായി 1.5 കോടി രൂപയുടെ കുടിശ്ശിക തീർക്കാൻ അനുവദിക്കുകയും ചെയ്തതിലൂടെ കായിക താരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ശക്തനായ ഒരാളാണ് മന്ത്രിയെന്ന് ഉറപ്പാണ്. GV രാജ അവാർഡ് നിർണയത്തിൽ നടന്ന കൂറ്റൻ അഴിമതികളും സ്വാധീനങ്ങളും പുറത്തുവരാൻ മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം മുൻ ഭരണക്കാരുടെ ഉറക്കം കെടുത്തുന്നതാണ്. പ്രതിഭകളായ അധ്യാപകരെയും പരിശീലകരെയും വഞ്ചിച്ച് അർഹതയില്ലാത്ത പാർട്ടി വേണ്ടപ്പെട്ടവർക്ക് പുരസ്കാരങ്ങൾ വീതിച്ചു നൽകിയ CPM കായിക സമിതിയുടെ വികൃത മുഖമാണ് ഇവിടെ വ്യക്തമാകുന്നത്. 7 അംഗ സമിതി രൂപീകരിച്ചിട്ടും അന്തിമ ലിസ്റ്റിൽ അംഗങ്ങളുടെ ഒപ്പുപോലും ഇല്ലാത്ത അവസ്ഥ ഏത് തരം ഭരണ സംവിധാനത്തിന്റെ ലക്ഷണമാണ് ഇവർ മറുപടി പറയേണ്ടത്. സ്പോർട്സ് കൗൺസിലിൽ കോവിഡിന്റെ മറവിൽ ജീവനക്കാരുടെ പഞ്ചിങ് സംവിധാനം പോലും ഒഴിവാക്കി ഓഫീസുകളിൽ ഹാജരാകാതെ ശമ്പളം വാങ്ങുന്ന പാർട്ടി നയമാണ് അവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ കർശനമായ മുന്നറിയിപ്പ് നൽകുകയും പഞ്ചിങ് പുനഃസ്ഥാപിക്കാൻ ഉത്തരവിടുകയും ചെയ്തതിലൂടെ സ്പോർട്സ് കൗൺസിലിൽ നിലനിന്നിരുന്ന നാദനില്ല കളിക്കാണ് അന്ത്യമായത്. കായിക താരങ്ങളോട് സൗഹൃദപരമായി പെരുമാറണമെന്നും സ്വന്തം ആവശ്യങ്ങൾക്കായി കൗൺസിലിന്റെ പടികയറുന്ന വിദ്യാർത്ഥികളെ നിയമക്കുരുക്കുകളിലും ചുവപ്പു നാടയിലും കുടുക്കരുതെന്നും പ്രഖ്യാപിച്ച മന്ത്രി കായിക രംഗത്ത് പുതിയൊരു മാറ്റത്തിലേക്ക് നയിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ലൈഫ് വിഷൻ, കരുവന്നൂർ സഹകരണ ബാങ്ക്, താൽക്കാലിക നിയമങ്ങൾ, പിൻവാതിൽ, സ്വജനപക്ഷപാതം തുടങ്ങിയ മേഖലകളിൽ CPM നടത്തിയ അഴിമതികൾക്ക് സമാനമായ അനാസ്ഥ തന്നെയാണ് കായിക വകുപ്പിലും നടപ്പിലാക്കിയത്. എന്നാൽ ഇപ്പോൾ ഭരണമാറ്റത്തോടെ ജനങ്ങളെയും കായിക താരങ്ങളെയും വഞ്ചിച്ച ഓരോ അഴിമതിയും വിചാരണ ചെയ്യപ്പെടുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് UDF സർക്കാരും മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷും നൽകുന്നത്. ഇനിയിവിടെ കായിക താരങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമില്ല. അനീതിക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള മുന്നറിയിപ്പാണിത്. വരും ദിവസങ്ങളിൽ ജനക്ഷേമവും സുതാര്യതയും മുൻനിർത്തി കൂടുതൽ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്.